അതിൽ ഇപ്പോൾ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച് തിരിച്ചു പോകാനുള്ള ഒരു ധാരണയിലേക്ക് എത്തുകയാണോ? 5 പേർ അടങ്ങുന്ന സംഘത്തെ ഒരു വാഹനത്തിൽ പോകാൻ അനുവദിക്കണം എന്ന ആവശ്യം പോലും അവിടെ ഇപ്പോൾ പോലീസ് അംഗീകരിക്കുന്നില്ല എന്നതാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗാസിപ്പൂർ അതിർത്തിയിൽ പോലീസ് ഇപ്പോൾ ബസ് കുറുകെ ഇട്ടിരിക്കുകയാണ്. വാഹനങ്ങളുടെ ഒരു നീണ്ട നിര നമുക്ക് ഗാസിപ്പൂരിൽ കാണാം. അത് പോലീസിന്റെ ബസ്സാണ്. അത് കുറുകെ ഇട്ടാണ് തടഞ്ഞിരിക്കുന്നത്. ബാരിക്കേഡിനൊപ്പം തന്നെ ബസ് കുറുകെ ഇട്ട് തടഞ്ഞിരിക്കുകയാണ്. അതിർത്തിയിൽ മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകരെ നിലയുറപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംഭലിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്നത് ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞു. വീണ്ടും അവർ അവിടെ തുടരുകയാണ്. ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു രാഷ്ട്രീയ നേതാവിനെയും അവിടേക്ക് കടത്തിവിടില്ല എന്ന നിലപാടാണ് UK സർക്കാർ ഇതുവരെ എടുത്തിരിക്കുന്നത്. നേരത്തെ ലീഗിന്റെ MPമാർ പോയപ്പോൾ അവരെയും തടഞ്ഞിരുന്നു. ഇപ്പോൾ ഗാസിപ്പൂർ അതിർത്തിയിൽ തന്നെ തടയുകയാണ്. ഇപ്പോൾ KC വേണുഗോപാൽ സംസാരിക്കുന്നത് കാണാം. രാധാകൃഷ്ണൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഇപ്പോൾ മാധ്യമങ്ങൾ ധാരാളമായി നിലയുറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ പലതവണ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ നേതാക്കളെ ആരെയും അവിടേക്ക് കടത്തിവിടുന്നില്ല. പുറത്തുനിന്നുള്ളവർ പ്രവേശിക്കേണ്ടതില്ല. ആ തീരുമാനം ഡിസംബർ 10 വരെ തുടരും. അതിലൊരു മാറ്റവുമില്ല. സ്റ്റാറ്റസ് കോ തുടരും എന്നത് തന്നെയല്ലേ യാത്ര തടഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്? തീർച്ചയായിട്ടുമാണ് സുജയ സൂചിപ്പിച്ചതുപോലെയാണ് സാഹചര്യങ്ങൾ ഉള്ളത്. ഒരുപക്ഷെ സുജയ്ക്ക് ഏറ്റവും അടുത്ത പരിചയമുള്ള ഈ ഹത്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയത്തും സമാനമായിട്ടുള്ളൊരു സാഹചര്യം നമുക്ക് ഇവർക്കും പരിചിതമുള്ളതാണ്. അന്നും രാഹുൽ ഗാന്ധിയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയും അവിടേക്ക് പോകാനായിട്ട് ശ്രമിച്ച ഘട്ടത്തിൽ ഒന്നിലധികം ദിവസങ്ങളാണ് ശ്രമിച്ചത്. ആദ്യ ദിവസങ്ങളിലൊന്നും പോലീസ് അതിന് തയ്യാറായിരുന്നില്ല. അവസാനമാണ് ഈ ഉപാധികളുടെ അടിസ്ഥാനത്തിൽ അവിടേക്ക് കടക്കാനും ആ വീട്ടിൽ സന്ദർശിക്കാനും പീഡനത്തിന് ഇരയായ കുട്ടിയുടെ വീട് അടക്കമുള്ളവ സന്ദർശിക്കാനും ഉള്ള അനുവാദം ദിവസങ്ങൾ നീണ്ട ശ്രമത്തിന് ഒടുവിലാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിച്ചത്. പക്ഷേ അന്ന് രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ഭരണഘടനാപരമായിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ചില അധികാര അവകാശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി പോലീസിനെ പരിഗണിക്കേണ്ടത് ഉണ്ട്. ഇക്കാര്യമൊക്കെ കോൺഗ്രസ് ഇന്നലെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നതാണ്. ആ മേഖലയിലേക്ക് പോകുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് വസ്തുതാ വിവരശേഖരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് അവിടേക്ക് പോകുന്നത് എന്നതുൾപ്പെടെയുള്ള വിശദീകരണമാണ് ഒരു കത്തായിട്ട് ഉത്തർപ്രദേശ് പോലീസ് അധികാരികൾക്ക് കോൺഗ്രസ് നൽകിയിരുന്നത്. എന്നാൽ ഈ കത്ത് പരിഗണിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ കത്തിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സന്ദർശനാനുമതി നൽകാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് ഒപ്പം ആദ്യം തീരുമാനിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും MPമാരുടെ ഒരു സംഘം നേരിട്ട് അവിടെ സന്ദർശിക്കുക, വിവരശേഖരണം നടത്തുക എന്നുള്ളതായിരുന്നു. പിന്നീടാണ് ഘടകകക്ഷികളെ പോലും ഒഴിവാക്കി നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി മാത്രം പോയാൽ മതി, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന ഒരു ചെറിയ സംഘം മാത്രം പോയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. അതിൻ്റെ ഒരു ലക്ഷ്യവും കോൺഗ്രസിനെ സംബന്ധിച്ച് അറിയാവുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ അവിടേക്ക് പ്രവേശനം അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ലഭിച്ചാൽ അത് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിന് വലിയ നേട്ടമാകും. ഈ വിവരങ്ങൾ പാർലമെന്റിലടക്കം രാഹുൽ ഗാന്ധിക്ക് വിവരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അടുത്ത ആഴ്ച ഭരണഘടനയുടെ 75 ഭരണഘടന നമുക്ക് സ്വീകരിച്ചതിൻ്റെ 75ാം വാർഷികം രാജ്യം ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനോട് അനുബന്ധമായിട്ട് 2 ദിവസത്തെ ചർച്ച പാർലമെന്റ് അടുത്തയാഴ്ച നടത്താനായിട്ട് പോകുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ താൻ അവിടെ പോയത് ഒക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് അത് അവസരം നൽകുകയും ചെയ്യുമായിരുന്നു. ആ ഒരു പശ്ചാത്തലം കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഉത്തർപ്രദേശിലെ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഏതു സാഹചര്യത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സംഘത്തിൻ്റെ സന്ദർശനം നിലവിൽ സംഭാൽ വിഷയം കൂടുതൽ സംഘർഷഭരിതമാക്കും, സംഭലിലെ സാഹചര്യങ്ങൾ കൂടുതൽ മോശമാക്കി
മാറ്റും എന്ന വിലയിരുത്തലാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ 10 എന്നുള്ള തീയതിയും അടുത്ത ദിവസങ്ങളിൽ ദീർഘിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഇടപെടലുകൾ ഉണ്ടാകും പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ന വിധത്തിലാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏത് ചെറിയ ഒരു പ്രകോപനവും ആ മേഖലയിൽ സംഘർഷങ്ങൾ കൂടുതൽ ശക്തമാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും എന്ന പോലീസിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജുഡീഷ്യൽ ഉത്തരവുകൾ പോലീസ് സമ്പാദിക്കുകയും ചെയ്യുന്നത്. ഇതൊരു രാഷ്ട്രീയ വിഷയമായി നിലവിൽ മാറിക്കഴിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് തീവ്രമായിട്ടുള്ള വേഗത. ഞാനൊന്ന് ആദിലേക്ക് പോകുന്നു, എന്തായി കാര്യങ്ങളെന്ന് നോക്കാം. ആദിൽ പാലോട്, ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും കാറിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു. വാഹനത്തിന്റെ ടോപ്പ് ഡോർ ഒക്കെ അടച്ചു കഴിഞ്ഞു. കാത്തിരിക്കുകയാണോ, തിരിച്ചു പോവുകയാണോ? കുറച്ചു സമയം കാത്തിരിക്കാനാണ് കോൺഗ്രസ് സംഘത്തിന്റെ തീരുമാനം. നേരത്തെ DCP തന്നെ എത്തി, ഇവിടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എത്തി. ഇങ്ങനെ പോകുന്നതിന് നിയന്ത്രണം ദില്ലിയിലേക്ക് മടങ്ങണം എന്ന് രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും ആവശ്യപ്പെട്ടിരുന്നു. അതിനു മുൻപ് തന്നെ എന്താണ് സ്ഥിതി എന്ന് വിലയിരുത്താൻ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാറിന് പുറത്തേക്ക് ഇറങ്ങി സ്ഥിതി വിലയിരുത്തി. അപ്പോഴാണ് DCP എത്തി തിരിച്ചു മടങ്ങണമെന്നും പ്രദേശത്ത് നിരോധനാജ്ഞയുണ്ടെന്നും അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല, അങ്ങോട്ടേക്ക് പ്രത്യേക സംഘങ്ങൾക്കോ പുറത്തു നിന്നുള്ളവർക്കോ പ്രവേശന അനുമതിയില്ല എന്നും അറിയിച്ചത്. പക്ഷേ ഇത്രയും പേരെ, വലിയൊരു സംഘമല്ലെങ്കിൽ ചെറിയൊരു സംഘമായി 3ഓ 4ഓ പേരെ അകത്തേക്ക് കടത്തിവിടണം എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധി തിരിച്ചുവെച്ച ഉപാധി. പക്ഷേ അത് ആലോചിച്ച് പറയാം എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി കാക്കുകയാണ് കോൺഗ്രസ് സംഘം. നമുക്ക് കാണാം, മുൻനിരയിൽ തന്നെ മുൻസീറ്റിൽ KC വേണുഗോപാലുണ്ട്, പിൻസീറ്റിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന പ്രധാനപ്പെട്ട വാഹനം നമുക്ക് കാണാനാകുന്നുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള സംഘർഷഭരിതമായ സാഹചര്യമാണ് ദില്ലി UP അതിർത്തിയായ ദില്ലി ഗേറ്റിൽ ഇപ്പോൾ ഉള്ളത്. ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. UP പോലീസ് പൂർണ്ണമായും അനുമതി നിഷേധിക്കുകയാണെങ്കിൽ പിന്നീട് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം, കോൺഗ്രസിന്റെ തീരുമാനം എന്താകും എന്ന കാര്യത്തിലാണ് ആകാംക്ഷ ഉള്ളത്. നടന്നോ മറ്റോ മുന്നേക്ക് പോകുമോ, അതോ നടന്നും പോകാൻ കഴിയില്ലല്ലോ. ആദിൽ പാലോട്, പുറത്തുനിന്നുള്ളവർ, വാഹനങ്ങൾ എന്നല്ല, പുറത്തുനിന്നുള്ളവർക്ക് അത് ജനപ്രതിനിധികളായാലും ചന്ദൌസിയിലേക്ക് പ്രവേശനം അനുവദിക്കില്ല 10-ാം തീയതി വരെ എന്നുള്ളത് ഉത്തരവാണ്. അത് DM ഇട്ടിരിക്കുന്ന ഉത്തരവാണ്. ആ DMന്റെ ഉത്തരവ് അദ്ദേഹത്തിനല്ലാതെ മാറ്റാൻ കഴിയില്ലല്ലോ. അങ്ങനെയല്ലേ നിലവിലെ സാഹചര്യം? അതിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ നിരോധനവും നിരോധനാജ്ഞയും ഉള്ളത് ഷാഹി ജുമാ മസ്ജിദ്, ഈ സംഘർഷം നടന്ന പ്രദേശത്താണ്. പരിസരത്ത് വരെയെങ്കിലും പോകാൻ ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സംഭലിലേക്ക് രാഹുൽ ഗാന്ധിക്ക് പോകാൻ കഴിയുമോ? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും വാഹനത്തിൽ കാത്തിരിക്കുന്നു. പുറത്ത് DCP അടക്കം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഒരു കാരണവശാലും സംഭലിലേക്ക് കടത്തിവിടില്ല എന്ന കടുത്ത നിലപാടിലാണ് ജില്ലാ മജിസ്ട്രേറ്റ് നിൽക്കുന്നത്. 10-ാം തീയതി വരെ ആരെയും പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന ഉത്തരവ് നിലനിൽക്കുന്നു. അതിനെ മറികടന്ന് രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും 5 അംഗ സംഘത്തിനും സംഭലിലേക്ക് പോകാൻ കഴിയുമോ? അതാണ് ചോദ്യം.